ഇന്നത്തെ റെസിപ്പി തക്കാളി രസമാണ്. നമ്മൾ പല രീതിയിൽ തക്കാളി രസം തയ്യാറാക്കാറുണ്ട്. ഇത് തമിഴ് സ്റ്റൈലിലാണ് ചെയ്ത് കാണിക്കുന്നത്. എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഇതേ രീതിയിലല്ല തയ്യാറാക്കുന്നത്. അവിടെയും പല പല രീതിയിലായിട്ട് രസം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ. ഇതിനി എങ്ങനെയാണെന്ന് കാണാം. ഞാനിവിടെ നല്ല പഴുത്ത വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് രസത്തിന് ആവശ്യമുള്ള ഉപ്പ്, കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ രസത്തിന് ആവശ്യമുള്ള, അതായത് പുളിപ്പ് അനുസരിച്ച് വാളൻപുളി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് ഞെരടിയെടുക്കണം. പിന്നെ തക്കാളി എടുക്കുമ്പോഴേ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. അതാ ഇതുപോലെ ഞെരടുന്ന സമയത്ത് അതിൻ്റെ തൊലിയെല്ലാം തനിയെ ഇങ്ങനെ വിട്ട് വരുമേ, അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക. ഞാൻ ഇവിടെ ചേർത്തത് വാളൻപുളി പേസ്റ്റാണ്. കുറച്ചേറെ വാളൻപുളി എടുത്തിട്ട് നല്ല ചൂട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നല്ല കണ്ണി അകലമുള്ള അരിപ്പയിലിട്ടിട്ട് ഒന്ന് കൈവച്ച് തേച്ച് കൊടുത്താൽ മതിയാവും. കുരുവും നാരും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് അല്പം ഒന്ന് വറ്റിയതിന് ശേഷം ആറി ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ചാൽ മതിയാകും. 2-3 മാസത്തിനൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് ചേർക്കാം. ഇനി രസത്തിന് വേണ്ട കുറച്ച് ഐറ്റം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. 2 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയെ. ഇനി 7-8 വെളുത്തുള്ളി ചേർക്കാം. 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ജീരകം, ചെറിയ ജീരകം. ഇനി 2-3 കറിവേപ്പിലൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം. പൾസ് മോഡിലിട്ട് അടിച്ചെടുത്താൽ മതിയെ. ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി രസമായത് കാരണം ചട്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലോ നല്ലെണ്ണയോ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. കടുകിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. തീ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുക. ഇതിന് ഒരു 7-8 സെക്കൻഡ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറഞ്ഞ തീയിൽ, ഒത്തിരി അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കാം. തീ അങ്ങനെ തന്നെ കുറഞ്ഞിരുന്നോട്ടെ. 1/2 സ്പൂൺ അടുത്തായിട്ട് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയോട് ചേർത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയോട് ചേർത്തിട്ടുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു 7-8 സെക്കൻഡ് മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയെ, കുറഞ്ഞ തീയിൽ. പൊടിയൊക്കെ ഒത്തിരി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇനി ഇതിലോട്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർക്കുക. നല്ലവണ്ണം ഇളക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് ഞെരടി വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. കൂടെ 1 പച്ചമുളക് മാത്രം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഒരല്പം തീ കൂട്ടി കൊടുക്കാമേ, ഒത്തിരി വേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിടുക. ഇതൊരു 15-20 സെക്കൻഡ് നേരത്തേന് അങ്ങനെയൊന്ന് തിളച്ചോട്ടെ. അപ്പോൾ തക്കാളിയുടെ കഷ്ണങ്ങളൊക്കെ ഇല്ല, ഒന്ന് വാടി വരും. ഇതായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേർത്തത് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയുടെ ഒരല്പം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മൂടി വയ്ക്കുക. ഈ ഒരളവിന് 1-2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഞാനിത് ഒത്തിരി ലൂസാക്കിയല്ല എടുത്തിട്ടുള്ളത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നോട്ടെ, ഒന്ന് തിളച്ച് വരട്ടെ. ഇത് കണ്ടില്ലേ, ചുറ്റിനും ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില കുറച്ച് ചേർക്കാം, ഇല്ലെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഇത് രണ്ടും കൂടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഒരൈറ്റം കൂടി ചേർക്കാനുണ്ട്. ഇങ്ങനെ തിള വന്നില്ലേ, ചുറ്റിനും ഒന്ന് തിള വന്നു കഴിഞ്ഞ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഉപ്പും പുളിയും എല്ലാം ബാലൻസ്ഡ് ആകാൻ വേണ്ടി ഒരല്പം ശർക്കര ചേർക്കാം. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർത്തത്. ഇത് എല്ലാവരും ചേർക്കണമെന്നില്ല. ചിലർക്ക് രസത്തിൽ ഇതുപോലെ ചേർത്തേ മതിയാവൂ എന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ തിള വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വന്നോളും. തമിഴ്നാട്ടിലൊക്കെ രസം ഒരുപാട് നേരം വെട്ടി തിളപ്പിക്കാറില്ല.
തിളച്ചിങ്ങനെ ചുറ്റിനും വന്നിട്ട് നടുവിലോട്ട് ഇങ്ങനെ പതഞ്ഞ് വരില്ലേ, ആ സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും. ചില സ്ഥലങ്ങളിൽ ഒരു 1/4 ഗ്ലാസ് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കും. ഈ ഒരു രസം ഇരിക്കും തോറും ഒരു അരമണിക്കൂറിന് ശേഷം അങ്ങനെ ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിക്കോളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കിയിട്ടാൽ മാത്രമേ ഞാനെടുത്ത പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.